സഭയുടെ വൈദിക ശ്രീ കോണാട്ടൻ, സെക്രട്ടറി മൂവി ഓർഗനൈസേഷൻ, നമ്മുടെ സഭയ്ക്ക് വേണ്ടി മാത്രം ത്യാഗം സഹിച്ച നമ്മുടെ യാക്കോബച്ചനും ജോർജ് സ്റ്റാൻലി, വൈദിക വിദ്യാർത്ഥികൾ, നമ്മുടെ ഈ ചാപ്പലിന്റെ സാമ്പത്തിക കൈകാര്യം ചെയ്യുന്നതായ സാറ്, മറ്റ് വന്യരായ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹം നിറഞ്ഞ വിശ്വാസികളുടെ സമൂഹത്തിൽ നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഒരു അനുമോദന യോഗത്തിലല്ല, ഒരു ആശംസകൾ അറിയിക്കുവാനുമല്ല, മറിച്ച് സഭയുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു കടന്നുകയറ്റത്തിനെതിരെ പ്രതികരിച്ചതുകൊണ്ട് മാത്രം, ഒരു വിധത്തിൽ പറഞ്ഞാൽ രക്തസാക്ഷി ആവേണ്ടതായ അവസ്ഥയിൽ നിന്നും ദൈവതമ്പുരാൻ കാത്തു സംരക്ഷിച്ചവരെ അവരോടുള്ള ഐക്യദാർഢ്യം നമ്മുടെ സഭയുടെ പേരിൽ, നമ്മുടെ ഭദ്രാസനത്തിന്റെ പേരിൽ അവരോടൊപ്പം നാം ഓരോരുത്തരും ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി അവരെ ഉത്ബോധിപ്പിക്കുവാനും, അതോടൊപ്പം ഇവിടെ വന്നു ചേർന്നിരിക്കുന്നവരായ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. യാക്കോബച്ചനും ഈ വൈദിക വിദ്യാർത്ഥികളും അവർക്ക് വേണ്ടിയോ ഈ സെമിനാരിക്ക് വേണ്ടിയോ മാത്രമല്ല, ഇവിടെ കൂടിയിരിക്കുന്ന നാം ഓരോരുത്തർക്കും വേണ്ടിയാണ് ഈ കഷ്ടപ്പാടുകൾ സഹിച്ചത്. നമ്മൾ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്നതായ കർത്തവ്യങ്ങളിൽ നിന്നും പലപ്പോഴും നാം പുറകോട്ട് പോകുന്നതായ, പ്രത്യേകിച്ച് 3 നോമ്പിന്റെ നാളെ തുടങ്ങിയാണ്. യോനാ പ്രവാചകനോട് യഹോവയായ ദൈവം, നീ പോയി നിലുവയിൽ നിങ്ങളെ 40 ദിവസം നശിപ്പിക്കും, നിങ്ങൾ നീതിയുടെ പാതയിൽ സഞ്ചരിച്ചില്ലെങ്കിൽ യഹോവയുടെ ന്യായപ്രമാണങ്ങൾ അനുസരിച്ച് നിങ്ങൾ നശിപ്പിക്കും എന്ന് അവരോട് പറയാൻ കൽപ്പിച്ചിട്ട് പേടി കൊണ്ടോ അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അദ്ദേഹം അവിടെ പോകാതെ തർശീസിലേക്ക് കപ്പൽ കയറുകയും അദ്ദേഹം വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയും പിന്നീട് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതിരുന്നാൽ ഞാൻ ദൈവമുമ്പാകെ ഭാവിയിൽ വലിയ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും എന്നുള്ള ബോധ്യത്തോടു കൂടി അദ്ദേഹത്തെ ദൈവം ഏൽപ്പിച്ചതായ കർത്തവ്യം ഭംഗിയായി നിറവേറ്റുന്നതായ ഒരു സംഭവത്തിന്റെ അനുസ്മരണം നാം കൊണ്ടാടാൻ പോകുന്നതായ ദിവസങ്ങളായി കടന്നു വരുന്നത്. ഈ യാക്കോബച്ചനും വൈദിക വിദ്യാർത്ഥികളെ അഭിവൃദ്ധിക്ക് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് സഭയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനും, നീതിക്കെതിരെ പ്രവർത്തിക്കുന്നവരെയോടുള്ള അവരോടെതിരെ നിൽക്കുവാനും, അനീതിക്കെതിരെ പ്രവർത്തിക്കുന്നവരെ എന്ത് വില കൊടുത്ത് തടയുവാനുമുള്ള ഉത്തരവാദിത്വം ഈ സഭാ മക്കൾ എന്ന നിലയിൽ നാം ഓരോരുത്തർക്കും ഉണ്ട്. നമുക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ കഷ്ടപ്പാടുകൾ സഹിച്ചത്. നാളെ നമുക്കും ഈ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നാലും ശക്തമായി നീതിക്ക് വേണ്ടി ദൈവം നമ്മെ ഫലമേൽപ്പിച്ചുള്ള കർത്തവ്യങ്ങൾ ശക്തമായി നിറവേറ്റുന്നതിന് വേണ്ടി നിലകൊള്ളുമെന്നതായ ഒരു ദൃഢപ്രതിജ്ഞ നമ്മുടെ മനസ്സിൽ എടുക്കേണ്ടതായ ഒരു സന്ദർഭം കൂടിയാണ് ഇതെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ വിളിക്കുന്നത്. ഇവിടെ അവർ കയറി ഞങ്ങളെ തല്ലുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മള് കഴിയുന്ന സമയത്തിനോട് ഞങ്ങൾ എത്തിച്ചേർന്നു. അപ്പോഴത്തേക്കും ഇവിടുത്തെ നമ്മള് ഈ SP മറ്റു കൂടുതലൊക്കെ അവരെ റിമൂവ് ചെയ്യാനുള്ളതായ ഒരു നടപടി സ്വീകരിച്ചു തുടങ്ങി. ഈ സഭയുടെ 2ാമത്തെ കക്ഷി വഴക്കുകൾ ആരംഭിക്കുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടെ അതിക്രമിച്ച് കയറിയതായ യാക്കോബായ സുറിയാനി സഭ. ആ ഒരു പദം പറയുമ്പോൾ കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ കക്ഷി വഴക്കുകൾ വളരെ നേരത്തെ ആരംഭിച്ചതാണ്. എന്നാൽ ഇന്നത്തെ യാക്കോബായ സുറിയാനി സഭ എന്നത് മലങ്കര സഭയുടെ ഒരു ഭാഗമല്ല എന്നുള്ളതായ സത്യം പലപ്പോഴും നാമും മറ്റ് ഭരണാധികാരികളും വിസ്മരിക്കുന്നുണ്ട്. സഭയിലെ കക്ഷികളൊക്കെ സുപ്രീം കോടതിയിൽ നടക്കുമ്പോഴും 2 കക്ഷികളായിരുന്നു, പാത്രികീസ് വിഭാഗവും ഭദ്രാകൃഷി പറഞ്ഞുകൊണ്ട്. എന്നാൽ 95-ലെ സുപ്രീം കോടതി വിധിക്ക് ശേഷം 2002-ലെ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ അവർ പരിഷ്കരിച്ചു മുതൽ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ, മലങ്കര സഭയിൽ അവർക്കുള്ളതായ സകല അവകാശങ്ങളും ഉപേക്ഷിച്ച് അവർ ഈ സഭയ്ക്ക് പുറത്തു പോയവരാണ്. എന്നാൽ ഇന്നും അവര് ആ യാക്കോബായ വിഭാഗമാണെന്നുള്ള വ്യാജേന യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭ എന്നുള്ള പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് മലങ്കര സഭയുടെ പള്ളിയിൽ അതിക്രമവും കടന്നുകയറ്റവും ഗുണ്ടാക്രമണവും നടത്തിക്കൊണ്ടിരിക്കുക. ഈ തരത്തിൽ ഒരു കാര്യം മാത്രമേ എനിക്ക്, അതായത് എന്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 74-75 അദ്ദേഹം ഒരു ഗ്രേറ്റ് മാർച്ച് നടത്തി. ഈ തോമസ് മാർ ദേവദാസ് എന്ന് പറയുന്ന CL തോമസ് അച്ഛൻ അന്ത്യോക്യ പാത്രികീസ് ബാവായിൽ നിന്നും ഭദ്രാൻ പട്ടം ഏറ്റ് ഇവിടെ വന്ന് അദ്ദേഹമാണ് അങ്കമാലി ഭദ്രാസന മെത്രാപ്പൊലീത്തായെന്നും ഈ ക്രിസ്തുമത സെമിനാരി അദ്ദേഹത്തിന്റേതാണ് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങോട്ട് വലിയൊരു മാർച്ച് നടത്തി. അന്നാണ് അദ്ദേഹത്തെ ആദ്യമായി ഇവിടുത്തെ ഭരണ
അതിനുശേഷം 2014 വരെ അദ്ദേഹം ഇവിടുത്തെ ഒരു ആത്മീയ വേദദീക്ഷന്റെ കപട മുഖം അണിഞ്ഞുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നടന്നു. എന്നാൽ 2014 വീണ്ടും അദ്ദേഹത്തിന്റെ കടന്നുകയറ്റത്തെ ചെറുക്കുവാൻ കഴിയുമെന്ന് ഇവിടുത്തെ ഭരണ നേതൃത്വവും ഈ പോലീസ് അധികാരികൾ തെളിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളം കത്തിക്കുമെന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞത്. ഞങ്ങളത് കേട്ട് ഭയന്നുപോയി എന്ന് പറഞ്ഞു. അതനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ മുകളിലേക്ക് കൊടുത്തു. അതുകൊണ്ടാണ് 144 ഡിക്ലെയർ ചെയ്തത്. എന്നാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് ഇന്ന് ഇവിടുത്തെ ഗവൺമെന്റിനും മനസ്സിലാക്കിയാണ്. അദ്ദേഹം ഇവിടുത്തെ ഗവൺമെന്റിൽ ഒന്നുമല്ലാത്ത ഒരാളായി തീർന്നിരിക്കുന്നു. ഞാൻ ഇത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർക്ക് വേണ്ടി അവരുടെ കുർബാന ചൊല്ലാൻ അവസരം നൽകണമെന്ന് നിയമസഭയിൽ എന്നും ഘോരമായി പ്രസംഗിക്കുന്ന ഒരു MLA കണ്ടു. ഞങ്ങളുടെ MLA. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇനി സാറെന്താ പറയാനുള്ളത്? ഇനി അദ്ദേഹത്തെ കുർബാന ചൊല്ലിക്കാൻ സാറ് പോയോ എന്ന് ചോദിച്ചു. എടുത്ത വഴിക്ക് അദ്ദേഹം പറഞ്ഞത്, വിനാശകാലെ വിപരീത ബുദ്ധി. ഇദ്ദേഹത്തിന്റെ നാശം ആരംഭിച്ചു കഴിഞ്ഞു. അദ്ദേഹം സ്വയം വരുത്തിക്കൊണ്ടിരിക്കുന്നു. അത് അധികം താമസിയാതെ ഒരു സ്വയം മരണം അദ്ദേഹത്തിന് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവസാനം എത്ര പീഡനങ്ങൾ കൂടി ഈ സഭ കടന്നു പോയാലും സത്യം നീതി ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാലം അത് തെളിയിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തത് സഭയുടെ എപ്പിസ്കോപ്പൽ സിനോഡ് സെക്രട്ടറി അഭിനന്ദ ഡോക്ടർ മാത്യുസ്കൊണ്ടാണ്. മലങ്കര സഭയിൽ എവിടെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും, പ്രത്യേകിച്ച് ഭദ്രാസനത്തിന്റെ എല്ലാ പ്രതിനിധികളുടെയും നമ്മളോടൊപ്പം നിന്നുകൊണ്ട് നമ്മളിവരെ പോലെ അദ്ദേഹത്തിന്റെ എല്ലാ താങ്ങും കൈത്താങ്ങും എപ്പോഴും നമുക്ക് ലഭിക്കുന്നുണ്ട്. അഭിനന്ദ തിരുമനസ് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ എല്ലാവരുള്ള നന്ദിയും സ്നേഹവും അതിന്റെ സമർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ അഭിനന്ദ തിരുമേനി, ഞാൻ ആലോചിക്കുകയാണ്, ഒരു പിതാവിന് തന്റെ മക്കൾ അടി കൊള്ളുകയാണ് അല്ലെങ്കിൽ അവരെ മർദ്ദിക്കുകയാണ്, അദ്ദേഹത്തിന്റെ ആസ്ഥാനം കവരുവാനായിട്ട് ഒരു കൂട്ടം ഭീകരർ അതിക്രമിച്ച് കയറിയിരിക്കുന്നു എന്ന് കുറച്ച് ദൂരെ ഇരുന്നുകൊണ്ട് ഒരു ഫോൺ കോൾ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു മാനസിക വ്യത എത്രത്തോളമായിരുന്നെന്ന് നമുക്കറിയില്ല. എന്നെ ഞാൻ ആഘോഷം വിളിച്ചപ്പോൾ എനിക്ക് പിന്നീട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറുന്ന സാഹചര്യം ഉണ്ടായി. കാരണം നമുക്കറിയാം, ഞാനൊരു 10-15 കിലോമീറ്റർ ദൂരെയാണ്. എങ്ങനെ ഇവിടെ എത്തും? ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് സാഹചര്യം ഒന്നും നമുക്ക് അറിയത്തില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ല. എന്നാൽ തിരുമേനിക്ക് എത്രത്തോളം വലുതായിരിക്കും നാം ചിന്തിക്കേണ്ടതാണ്. സ്വന്തം മകൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളിൽ അദ്ദേഹത്തിന്റെ വേദന ദൈവം കണ്ടു. അതിന്റെ പ്രതിഫലം നമുക്ക് ദൈവം നൽകിയതാണ്. ഇത് ആരുടെയും വിജയമല്ല, ദൈവം നൽകിയ വിജയമാണ്. അദ്ദേഹത്തിനുള്ള എല്ലാവിധ നന്ദിയും സ്നേഹവും ഈ സമയത്ത് സമർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ സഭയുടെ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ ജോൺസൺ ബെഹ്റാട്ട്, അദ്ദേഹം കടനാട് വെസ്റ്റ് ഭദ്രാസനത്തിലെ ഒരു വൈദികനാണ്. 2 പ്രാവശ്യമായി സഭയുടെ വൈദിക ട്രസ്റ്റിയായി തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെടുന്നു. അദ്ദേഹം മലങ്കര സഭയിൽ അങ്ങോളം ഇങ്ങോളം എന്ത് പ്രശ്നങ്ങളാവട്ടെ അവിടെയെല്ലാം ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെതായ വാക്ക് വൈഭവവും അദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിചയവും എല്ലാം ഇന്ന് സഭയിൽ മുതൽക്കൂട്ടാണ്. മാത്രമല്ല, പാപ്പാക്കുട ദേശത്ത് ലോനാട് പാരമ്പര്യം മുറുകെ പിടിച്ച് മലങ്കര സഭയിൽ ഉറച്ചു നിന്നുകൊണ്ട് സഭയെ നയിക്കുന്ന അതിനായ ബഹുമാനപ്പെട്ട ജോസഫ് ഭദ്രാസനത്തിന്റെ എല്ലാ നന്ദിയും സ്നേഹവും സമർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ യാക്കോബച്ചനും നമ്മുടെ വൈദിക വിദ്യാർത്ഥികൾക്കും എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എനിക്കറിയത്തില്ല. അവരുടെ നന്ദിയാണോ പ്രകടിപ്പിക്കേണ്ടത്, സ്നേഹമാണോ പ്രകടിപ്പിക്കേണ്ടത്, അതെല്ലാം നാം ചെയ്തു കഴിഞ്ഞു. അദ്ദേഹത്തെ ദൈവത്തിനുമുമ്പാൽ സമർപ്പിക്കുവാൻ മാത്രമാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. ഇനിയും ശക്തമായി അങ്കമാലി ഭദ്രാസനത്തെ എന്ത് പ്രതിസന്ധിയുണ്ടായാലും ധീരതയോടെ നേരിടുവാൻ അദ്ദേഹത്തിന് ഈ സമൂഹം ഇടയായി തീർത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എന്ത് പ്രതിസന്ധി വന്നാലും അദ്ദേഹത്തിന് യാതൊരു സന്ദർഭമില്ലാതെ അദ്ദേഹം ഈ പ്രതിസന്ധികൾ നേരിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട യാക്കോബച്ചന് ഈ മീറ്റിംഗിന്റെ പേരിൽ, അങ്കമാലി ഭദ്രാസനത്തിന്റെ പേരിൽ, ഞങ്ങൾ ഓരോരുത്തരുടെ പേരിൽ എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ വൈദിക വിദ്യാർത്ഥികളായ റിജോ സ്റ്റാലിൻ, അവർ ഈ ഭദ്രാസനക്കാർ പോലുമല്ല. മറ്റൊരു ഭദ്രാസനത്തിൽ നിന്ന് അങ്കമാലി ഭദ്രാസനത്തിന് വേണ്ടി വൈദികനാവണമെന്നുള്ള ആശയോടുകൂടി ഇവിടെ തിരുമേനിയെ സഹായിച്ച് താമസിക്കുന്ന വൈദിക വിദ്യാർത്ഥികളാണ്. അവര് എന്റേതായ കഷ്ടപ്പാടുകൾ മലങ്കര സഭയ്ക്ക് കഷ്ടപ്പാടുകൾ തുല്യമാണെന്നാണ് വിശുദ്ധ ഭാവത്തിനോത്സവം ലഭിച്ചത്. അവരോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് സമർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബോബിയച്ചൻ ഈ പ്രശ്നം നടന്നപ്പോൾ അദ്ദേഹം ആകെ ഒരു പ്രാവശ്യം മാത്രമേ വീട്ടിൽ പോയിട്ടുള്ളൂ. ഞാൻ എന്റെ കൂടെ പോയി, എനിക്ക് നന്നായിട്ട് അറിയാം. ആ പ്രശ്നം നടന്ന അന്ന് രാവിലെ മുതൽ ഈ നിമിഷം വരെ അദ്ദേഹം ഇത് ഭദ്രാസനത്തിന്റെ എല്ലാ കാര്യങ്ങളും അഭിവൃദ്ധി തിരുമേനിയോടൊപ്പം
നിന്നുകൊണ്ട് യാക്കോബസിന്റെ സ്ഥാനത്തിൽ എല്ലാ കാര്യവും കൃത്യമായ രീതിയിൽ കേസിന്റെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായ രീതിയിൽ നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോട് നന്ദിയും സ്നേഹവും ഈ സമയത്ത് സമർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാപ്പലിന്റെ സമിതി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആർക്കും തോമസ് സാർ ഞങ്ങൾ എപ്പോഴും വിളിക്കും. കേസിന്റെ കാര്യം എന്തായി, നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, മറ്റേ പോലീസ് അധികാരികളുമായിട്ട് അവരെല്ലാം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യിപ്പിച്ചിരുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഒരു സഹായം വളരെയധികം ഇന്ന് ഈ ഭദ്രാസനത്തിനും സെമിനാരിയും അറിയിക്കുന്നതാണ്. അദ്ദേഹം ആ രീതിയിൽ തന്നെ ഇതിനോട് നമ്മളെ പരിഗണിക്കുന്നു എന്നുള്ളതായ സന്തോഷമുണ്ട്. അദ്ദേഹത്തിനുള്ള നല്ല നന്ദിയും ഈ സമയത്ത് സമർപ്പിക്കുകയാണ്. ഭദ്രാസന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ എല്ലാവരും ഈ പ്രശ്നത്തെ തുടർന്ന് എല്ലാ മുഴുവൻ സമയവും അവിടെ എന്ത് തിരക്കുകളുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ കാര്യത്തിന് വേണ്ടി ഓടി നിൽക്കുന്നവരാണ്. എല്ലാവർക്കും ആരുടെ പേരെടുത്ത് പറയാതെ എല്ലാവർക്കും മറ്റു ആളുകൾ നന്ദി പറയുന്നു. ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്നതായ വന്നിരായ വൈദിക ശ്രേഷ്ഠര് അവർ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അവരുടെ എല്ലാ പേരുകളും മാറ്റിവെച്ച് നമ്മളുള്ള അല്ലെങ്കിൽ ഈ ഭദ്രാസനത്തോടും സെമിനാരിയോടുള്ള സ്നേഹം വ്യക്തമാക്കിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നു. എല്ലാ വൈദികരോടുമുള്ളതായ നന്ദി വ്യക്തമാക്കി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതായ എല്ലാവർക്കും മറ്റൊരാളിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഉള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗിനിടയ്ക്ക് ഇവിടെ ഉണ്ടായതായ ഒരു കാര്യം നിങ്ങൾ ആരും അറിഞ്ഞിരിക്കില്ല. പത്രിക വിഭാഗത്തിലെ കുറച്ച് ആളുകൾ അവർക്ക് പ്രാർത്ഥിക്കണം. എവിടെ പ്രാർത്ഥിക്കണം? ഒരു വൈദികനെ ഘോരമായി മർദ്ദിച്ചിട്ട് ഒരാഴ്ച പോലും തികയുന്നതിന് മുമ്പ് ആ മർദ്ദിച്ചതായ കബറിടത്തിന്റെ അടുത്ത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണമെന്നുള്ള ആവശ്യവുമായിട്ട് കുറച്ചു നേരം മുമ്പ് ഇവിടെ എത്തിയായിരുന്നു. അവർക്ക് പ്രാർത്ഥിക്കണമെന്നുള്ള നമ്മുടെ ദേവ സിനിമയുടെ കബറിൽ ഒരു 10-20 മിനിറ്റ് നേരെ ഇരുന്നു. അവര് ഇത്രയും നാള് നമ്മൾ ആരെയും തടയാറില്ല. ആർക്ക് വിശ്വാസികൾക്ക് ഏത് സമയം വേണമെങ്കിലും പ്രാർത്ഥിക്കാനുള്ള അനുവാദം അഭിയോഗ്യ തിരുവനന്തപുരത്തുകൊണ്ട് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ പ്രാർത്ഥിക്കുവാനാണോ വരുന്നത്, നമ്മളെ വർദ്ധിക്കുവാനാണോ വരുന്നതെന്ന് ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പോലീസുകാരോട് പറഞ്ഞു, അഭിയോഗ്യ തിരുമേനി പറഞ്ഞിരിക്കുന്നത് തിരുമേനി പറയുമ്പോൾ മാത്രം തുറന്നാൽ മതി. തിരുമേനിയുടെ അനുവാദം കിട്ടാതെ ഇനി മുതൽ ആരും അവരിൽ പ്രാർത്ഥിക്കേണ്ട. ഇത് അഭിയോഗ്യ തിരുമേനിയുടെ പേഴ്സണൽ സ്ഥാപനമാണ്. അവരുടെ ഭദ്രാസനത്തിന്റെ നിലപാടായി തുടരുന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി എന്റെ കർത്തവ്യത്തെ വിരമിക്കുകയാണ്. ദൈവത്തിനാമം മഹത്വപ്പെടട്ടെ.